ഇവിടെ ഹീറോന്റെ അമ്മയാണെങ്കിൽ കാണാനായിട്ട് ഇവളെക്കാളും സുന്ദരിയായിരിക്കും. അതുകൊണ്ട് തന്നെ ഇവളുടെ ക്ലാസ്സിലെ ഫ്രണ്ട്സ് എല്ലാം തന്നെ അവരുടെ സൗന്ദര്യത്തെ കുറിച്ച് ഇവളോട് പൊക്കി പറയാണ്. അവര് പറയുന്നതെല്ലാം കേൾക്കുന്ന സമയത്ത് ഇവൾക്ക് തന്നെ ഇവളുടെ അമ്മയുടെ സൗന്ദര്യത്തിന്റെ മേലെ അസൂയ തോന്നും. അതേസമയം ഹീറോനാണെങ്കിൽ ഒരു ബോയ് ഫ്രണ്ട് ഉണ്ടാകും. അവൻ ഇവളെ കൊണ്ട് വീട്ടിൽ വിടുന്നത് ഇവളുടെ അമ്മ കാണുകയാണ്. പക്ഷെ പ്രശ്നമൊന്നും ഉണ്ടാക്കാതെ ഹീറോന്റെ ലവിനെയാണെങ്കിൽ അവർ നോർമലായിട്ട് കാണുന്നുണ്ടാവും. അതുകൊണ്ട് തന്നെ അടുത്ത തവണ ഇവളുടെ ബോയ് ഫ്രണ്ട് വീട്ടിലേക്ക് വരുമ്പോൾ ഒരു ചായക്കടവൻ ക്ഷണിക്കാൻ പറയാണ്. അങ്ങനെ അടുത്ത ദിവസം ഹീറോന്റെ ബോയ് ഫ്രണ്ട് ആണെങ്കിൽ അവൾ സിനിമ കൊണ്ടുവന്നിട്ട് വീട്ടിലേക്ക് വരും. ആ സമയത്ത് ഇവളുടെ അമ്മയാണെങ്കിൽ ഒരു കോഫി ഉണ്ടാക്കിയിട്ട് അവന് കൊടുക്കണം. പക്ഷെ വന്നവനാണെങ്കിൽ ഹീറോനോട് സംസാരിക്കാതെ അവളുടെ അമ്മയോട് സംസാരിക്കുന്നുണ്ടാവും. നിങ്ങളെ കാണാനായിട്ട് അത്രയ്ക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്, സത്യത്തിൽ ഇവളെ ചേച്ചിയാണെന്നേ പറയുന്നു പറഞ്ഞ് ഫ്ലേർട്ട് ചെയ്യുന്നുണ്ടാവും. ഇത് പോരാതെ സിനിമയ്ക്കാണെങ്കിൽ ഇവളുടെ അമ്മനെയും ക്ഷണിക്കുകയാണ്. പക്ഷെ അതേ സമയത്ത് ഇതെല്ലാം കാണുന്ന ഹീറോനാണെങ്കിൽ അമ്മനെ മേൽ ദേഷ്യം വരുന്നുണ്ടാവും. വെളിയിൽ വന്ന ശേഷം ഇവളുടെ ബോയ് ഫ്രണ്ടിനോട് നീ എന്റെ ബോയ് ഫ്രണ്ടാണോ അല്ല എന്റെ അമ്മയാണോ കൊണ്ട് ദേഷ്യപ്പെടുകയാണ്. കാരണം ഇവനാണെങ്കിൽ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ഇവളുടെ അമ്മയോട് നമ്പർ വാങ്ങിച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ ദേഷ്യപ്പെടുന്ന ഹീറോനാണെങ്കിൽ അടുത്ത ദിവസം ഇവളുടെ അമ്മയെ പോലെ സുന്ദരിയാവാനായിട്ട് അവർ ചെയ്യുന്ന പോലെ എല്ലാം ചെയ്യാൻ തുടങ്ങുകയാണ്. ഇതിനിടയിൽ ഇവളുടെ അമ്മയാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഫോൺ നോക്കി ചിരിക്കുന്നുണ്ടാകും. അതുകൊണ്ട് ഡൗട്ട് ആവുന്ന ഹീറോനാണെങ്കിൽ അവർ ഉറങ്ങിയ ശേഷം അവരുടെ ഫോൺ ചെക്ക് ചെയ്ത് നോക്കുകയാണ്. ഇവള് വിചാരിച്ച പോലെ ഇവളുടെ ബോയ് ഫ്രണ്ട് ആയിരിക്കും അമ്മയ്ക്ക് ഫ്ലേർട്ട് ചെയ്യുന്ന രീതി മെസ്സേജ് ഉണ്ടാവുക. ഇത് കാരണം അമ്മയുടെ മേലെ ദേഷ്യപ്പെടുന്ന ഹീറോനാണെങ്കിൽ സ്ട്രേറ്റ് മെസ്സേജ് കൊണ്ടുപോയിട്ട് അമ്മയുടെ മുന്നിൽ കാണിക്കുകയാണ്. എന്നിട്ട് ഹീറോനാണെങ്കിൽ അമ്മയോട് നിനക്കൊന്നൊരു തുളി പോലും നാണോല്ലേ ചോദിക്കും. സ്വന്തം മകളുടെ ബോയ് ഫ്രണ്ട് ആണെന്ന് പോലും നോക്കാതെ അവനോട് ചാറ്റ് ചെയ്യുന്ന പറഞ്ഞ് ദേഷ്യപ്പെടുകയാണ്. നീയാണെങ്കിൽ എന്നെക്കാൾ ഹൈറ്റ് ആയിട്ട് നല്ല സുന്ദരിയാണ്, അതുകൊണ്ട് എല്ലാവർക്കും നിന്നെ മതി, എന്നെ ആർക്കും വേണ്ടല്ലോ എന്ന് പറഞ്ഞ് ഇവൾ ദേഷ്യപ്പെട്ട് റൂമിലേക്ക് പോകും. അതിനുശേഷം ഇവിടെ ചാറ്റ് മുഴുവനായിട്ട് വായിക്കുന്ന സമയമായിരിക്കും. ഇവളുടെ അമ്മയുടെ മേലെയാണെങ്കിൽ ഒരു തെറ്റും ഉണ്ടാവില്ല. അതേപോലെ അവരുടെ സൗന്ദര്യം കൂടി പോയതും അവരുടെ തെറ്റല്ലെന്ന് മനസ്സിലാക്കും. അതുകൊണ്ട് തന്നെ അമ്മയോട് പോയി സോറി ചോദിച്ചിട്ട് രണ്ടുപേരും ഒന്നാവുകയാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. ഇതേപോലെ വീഡിയോസ് സബ്സ്ക്രൈബ് ചെയ്യുക.